Hi all, welcome to Indus Talks. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് CPT 2026 അപ്ഡേറ്റ്സ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ഓൾറെഡി സർജറിയുടെ അണ്ടറിൽ വരുന്ന അപ്ഡേറ്റ്സ് അഥവാ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം മുതൽ നെർവസ് സിസ്റ്റം വരെയുള്ള ചാപ്റ്റേഴ്സിൽ വന്ന അപ്ഡേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് അടുത്ത കുറച്ച് ഭാഗങ്ങളിലെ അപ്ഡേറ്റ്സിനെ കുറിച്ചൊന്ന് നോക്കാം. നമുക്ക് പത്തോളജി ആൻഡ് ലബോറട്ടറി എന്ന് പറയുന്ന 8 സീരീസിൻ്റെ ഭാഗത്ത് വരുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ഒന്ന് നോക്കാം. ന്യൂ മോളിക്കുലാർ പത്തോളജി കോഡ് 81354 അത് റിപ്പോർട്ട് ചെയ്യുന്നത് ജനോമി വൈഡ് സൈറ്റോജനോമിക് അനാലിസിസ് യൂസിങ് ഒപ്റ്റിക്കൽ ജനോം മാപ്പിംഗ് ടു ഡിറ്റക്ട് സ്ട്രക്ചറൽ ആൻഡ് കോപ്പി നമ്പർ ഓഫ് വേരിയൻസ് എന്ന് പറയുന്നതാണ്. അടുത്തതായിട്ട് 81524 എന്ന് പറയുന്ന ഒരു ന്യൂ മൾട്ടി അനലൈറ്റ് അസേസ് വിത്ത് അൽഗോരിതമിക് അനലൈസിസ് ഫോർ DNA മെത്തിലേഷൻ പ്രൊഫൈലിങ്ങിൻ്റെ ഒരു കോഡ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ കെമിസ്ട്രിയുടെ ഭാഗത്ത് 83015ഉം 83018ഉം റിവൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആന്റിമോണി ആൻഡ് ഗഡോലിനിയം ഹെവി മെറ്റൽസിന്റെ ടെസ്റ്റിംഗ് ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിൽ അതിന്റെ കോഡുകൾ റിവൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് 8 സീരീസിൽ മേജറായിട്ട് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് മൈക്രോബയോളജിയുടെ ഭാഗത്താണ്. അവിടെ 87182, 183, 87494, 87627 എന്ന് പറയുന്ന കോഡുകൾ 87812 ഇതെല്ലാം ചേഞ്ച് വന്നിരിക്കുന്ന കോഡുകളാണ്. അഥവാ ഇതിലെല്ലാം കുറച്ച് ഡിറ്റക്ഷൻ അഥവാ ഇതിലെല്ലാം പറയുന്നത് കാർബാപെനമിനേസ് എൻസൈം ഡിറ്റക്ടർ, കാർബാപെനമിനേസ് റെസിസ്റ്റൻസ് ജീൻസ് എന്ന് പറയുന്ന കുറച്ച് ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. അതുപോലെ നമ്മൾ PLAയുടെ ഭാഗത്ത് അഥവാ ന്യൂ പ്രൊപ്രൈറ്ററി ലബോറട്ടറി അനലൈസ് കോഡ്സ് 0521U മുതൽ 0599U വരെയുള്ള ഭാഗത്ത് കുറച്ച് പുതിയ കോഡുകൾ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളത് മേജറായിട്ട് യൂസ് ചെയ്യുന്ന കോഡുകളല്ല, എന്നാൽ ആ ഭാഗത്ത് നമുക്ക് കോഡുകൾ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാമാണ് ലബോറട്ടറി ആൻഡ് പത്തോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്നിരിക്കുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചസ്. അടുത്തതായി മെഡിസിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നോക്കാം. അതിന്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ വാക്സിനേഷൻ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടും ഒക്കെയാണല്ലോ ഡിസ്കസ് ചെയ്യാറുള്ളത്. ആ ഭാഗത്ത് പുതിയ കോഡുകൾ വന്നിട്ടുണ്ട്. അഥവാ ന്യൂ റെസ്പിറേറ്ററി സൈൻറ്റൈഷ്യൽ വൈറസ് വാക്സിൻ പ്രോഡക്റ്റ് കോഡ് 90832 എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ്റെ കോഡ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. 90631, 635, 90612, 613 ഇതെല്ലാം പുതിയ കോഡുകളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോഡ് 90480 റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഓർ ഓൺലി കമ്പോണന്റ് ഓഫ് ഈച്ച് വാക്സിന് വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ ആഡ് ഓൺ കോഡ് ന്യൂ ആഡ് ഓൺ കോഡ് അഥവാ 90481 ഈച്ച് അഡീഷണൽ കമ്പോണന്റിന് വേണ്ടി മാത്രമാക്കിയിട്ടുണ്ട്. അതുപോലെ 3 ന്യൂ വാക്സിനേഷൻ കൗൺസിലിംഗ് കോഡ്സ് 90482 മുതൽ 90484 വരെയുള്ള ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ കോഡ്സ് എല്ലാം നമുക്ക് കൗൺസിലിംഗ് കോഡ്സ് ടൈം ബേസ്ഡ് ആയിട്ട് വരുന്നതാണെന്ന് കൂടി എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹിയറിംഗ് ഡിവൈസസ് സർവീസസ് അത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ദ ലോങ് സ്റ്റാൻഡിംഗ് 92590 മുതൽ 92595 വരെയുള്ള കോഡ്സ് വിത്ത് ദ മോഡേൺ ടൈം ബേസ്ഡ് ഫ്രെയിം വർക്ക് ദാറ്റ് ഫോളോസ് ദ ഫുൾ കെയർ പാത്വേ. അതുപോലെ ദ ന്യൂ ഫാമിലി ഓഫ് 12 കോഡ്സ് ഒരു 12 കോഡുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 92628 മുതൽ 92642 വരെ. അതെന്താ ചെയ്യുന്നത്? കവർ ദ കാൻഡിഡേസി ഇവാലുവേഷൻ, ഡിവൈസ് സെലക്ഷൻ, ഇനീഷ്യൽ ഫിറ്റിംഗ്, പോസ്റ്റ് ഫിറ്റിംഗ് ഫോളോ അപ്പ് ആൻഡ് വെരിഫിക്കേഷൻ മെത്തേഡ് സച്ച് ആസ് പ്രോബ്, മൈക്രോഫോൺ ആൻഡ് ഇലക്ട്രോ അക്കൗസ്റ്റിക് ചെക്സ് പ്ലസ് ഫിറ്റിംഗ് ഓഫ് സപ്ലിമെന്റൽ അസിസ്റ്റിംഗ് ടെക്നോളജീസ് ഇതെല്ലാം അവിടെ വരുന്നതാണ്. സോ നമുക്ക് ഈ ഫാമിലി ഓഫ് 12 കോഡ്സ് വന്നു എന്ന് പറഞ്ഞല്ലോ, അത് ഓരോന്നും നമുക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവിടെ കൊടുക്കുന്നതാണ്. അത് മെയിൻ ആയിട്ട് തന്നെയാണ് ഈ ഹിയറിംഗ് സർവീസസിന്റെ ഓരോരോ ഫോളോ അപ്പ് സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ അഡീഷണൽ കോഡ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഓരോന്നായിട്ട് ബിഹേവിയർ വെരിഫിക്കേഷൻ ആൻഡ് ആംപ്ലിഫിക്കേഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഓരോ കോഡുകളായിട്ട് വരുന്നതാണ്. അതുപോലെ അടുത്തൊരു ചേഞ്ച് വന്നിട്ടുള്ളത് ദ കൊറോണറി തെറാപ്യൂട്ടിക് സർവീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ആ ഭാഗത്താണ്. 92920 മുതൽ 92945 വരെയുള്ള ഭാഗത്ത് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് പുതിയ കോഡ്സും അതുപോലെ ചെറിയ ഗൈഡ് ലൈൻ ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ അഡീഷൻ ഓഫ് 2 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. 92930 ആൻഡ് 92945 എന്ന് പറയുന്നത് 2 പുതിയ കോഡ്സ് ആണ്. അതുപോലെ ദ ആഡ് ഓൺ കോഡ്സ് ദാറ്റ് റിപ്പോർട്ടഡ് ഈച്ച് അഡീഷണൽ ബ്രാഞ്ച് ഓഫ് എ മേജർ coronary artery for the percutaneous coronary intervention procedures are deleted, and the base codes 92933, 92937, 92941 and 92943 are revised to specify a single major coronary artery and its branches എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക.
If the procedures are performed on more than one major coronary artery, report each base code that describes the most intensive intervention performed. അഥവാ ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻസ്, അഥരെക്ടമി എന്ന് പറയുന്ന ഭാഗങ്ങൾ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മേജറായിട്ട് 8 സീരീസ് ആൻഡ് 9 സീരീസിന്റെ ഭാഗത്ത് വരുന്ന മേജർ അപ്ഡേഷൻസ് ആണ്. അവിടെ കോഡ് ഡിലീഷൻസ് വന്നിട്ടുണ്ട്, ചില അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്, ന്യൂ കോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഗൈഡ് ലൈനിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസും വന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് പ്രധാനമായിട്ട് ഈ ഭാഗത്ത് പറയാനായിട്ടുള്ളത്. സോ ഈ വീഡിയോ ഇവിടെ കഴിയുന്നില്ല, ഇതിന്റെ അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.